നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഏതൊരാവശ്യങ്ങളിലും ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മെ ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്ത PTA പ്രസിഡന്റ് ശ്രീ റെനിൽ റാഫേലിനെയും ഹൃദ്യമായി ഈ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദ്യാഭ്യാസവും മൂല്യബോധവും കൈകോർക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു വർഷത്തെ പരിശ്രമങ്ങളുടെയും നേട്ടങ്ങളുടെയും നേർസാക്ഷ്യമായി ഈ വാർഷിക ദിനാഘോഷം നമുക്ക് മുമ്പിൽ തുറന്നിരിക്കുകയാണ്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ആത്മീയ വളർച്ചയിലും കുട്ടികൾ കൈവരിച്ച മുന്നേറ്റങ്ങൾ ഓർത്തെടുക്കാനും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അക്ഷീണ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഈ വാർഷികാഘോഷം. കഴിഞ്ഞ അക്കാദമിക് വർഷത്തിൽ നമ്മുടെ വിദ്യാലയം കൈവരിച്ച പുരോഗതികളെ, നടപ്പിലാക്കിയ പദ്ധതികളെ ഈ വാർഷിക റിപ്പോർട്ടിലൂടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. റിപ്പോർട്ട് അവതരണത്തിനായി നമ്മുടെ ഹെഡ് മിസ്ട്രസ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിൻസി തെരേസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു കാര്യം വിട്ട് പോയി ക്ഷമിക്കണം. നമ്മുടെ സ്കൂളിൻ്റെ ലീഡറുണ്ട്. ഞാൻ പൊതുവായി പറഞ്ഞെങ്കിലും പേരെടുത്ത് പറയാൻ വിട്ടുപോയി. നമ്മുടെ സ്കൂളിൻ്റെ ലീഡറായ മാസ്റ്റർ അദീഷ് മോനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മനക്കൊടി സെൻറ് ജമാസ് UP സ്കൂളിൻ്റെ 2025-2026 അധ്യയന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട്. നല്ലവനായ ദൈവത്തിന് നന്ദി പറയുവേൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന സങ്കീർത്തന വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് വിശുദ്ധ ജമ്മയുടെ കൃപാകടാക്ഷത്താൽ അനുഗ്രഹീതവും ധന്യവുമായ വിദ്യാലയത്തിൻ്റെ 80-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും 30 വർഷത്തെ സ്തുത്യർഹമായ അധ്യാപന ജീവിതത്തിന് ശേഷം വിരമിക്കുന്ന സിസ്റ്റർ ഷെൽമ റോസിൻ്റെ യാത്രയപ്പ് സമ്മേളനവും സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ അധ്യയന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട് ഞാൻ അവതരിപ്പിക്കട്ടെ. സ്കൂൾ വാർഷിക റിപ്പോർട്ട്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ചലനാത്മക സ്വഭാവ മികവിനോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത, മികച്ചത് നേടുന്നതിനുള്ള ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമം എന്നിവ വ്യക്തമാക്കുന്നു. മികവ് ഒരു പ്രവൃത്തിയല്ല, ഒരു ശീലമാണ്. നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിനായി കഴിഞ്ഞ അധ്യയന വർഷങ്ങളിലെ ഞങ്ങളുടെ യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ മറികടന്ന അവിസ്മരണീയമായ നാഴിക കല്ലുകളെക്കുറിച്ചും ഈ കാലയളവിനുള്ളിൽ എല്ലാ പ്രവർത്തന മേഖലകളിലെയും മികച്ച മുന്നേറ്റങ്ങളെക്കുറിച്ചും ഞങ്ങൾ അഭിമാനിക്കുന്നു. 1940 ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ അസീസി പ്രോവിൻസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ രൂപം കൊണ്ട ഈ വിദ്യാലയം 1946 അപ്പർ പ്രൈമറി വിദ്യാലയമായി ഉയർത്തപ്പെട്ടു. ഇന്ന് നഴ്സറി മുതൽ 7ാം ക്ലാസ് വരെ 1300ഓളം വിദ്യാർത്ഥികൾ ഇവിടെ അക്ഷരവെളിച്ചം നേടുന്നു. ഈ വിദ്യാലയത്തിലേക്ക് വരുന്ന ഓരോ വിദ്യാർത്ഥിയിലും വിദ്യയോടൊപ്പം കൈനിറയെ ദൈവിക ജ്ഞാനത്തിൻ്റെയും സാംസ്കാരിക അഭിവൃദ്ധിയുടെയും ധാർമ്മിക ചിന്തകളുടെയും അച്ചടക്കശീലത്തിൻ്റെയും കലാകായിക നൈപുണ്യങ്ങളുടെയും വരദാനങ്ങൾ കൂടി പകർന്നു നൽകിയ ചാരിതാർത്ഥ്യത്തിൽ നിർവൃത്തി അടയുകയാണ് ഈ വിദ്യാലയം. 2025-26 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ജൂൺ 2-ാം തീയതി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജിൻസി തെരേസിൻ്റെ സ്വാഗതത്തോടുകൂടി ആരംഭം കുറിച്ചു. അരിമ്പൂർ സെയിൻറ്റ് ആൻ്റണീസ് പള്ളി വികാരി റവറൻ ഫാദർ സോളി തട്ടിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സെൻറ്റ് ജമ്മാസ് FC കോൺവെൻറ്റ് മദർ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ടീന മരിയ അധ്യക്ഷപദം അലങ്കരിച്ചു. വാർഡ് മെമ്പർ ശ്രീ ഹരിദാസ് ബാബു, PTA പ്രസിഡന്റ് ശ്രീ സിനിലാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മോർണിംഗ് അസംബ്ലി. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് മോർണിംഗ് അസംബ്ലിയോടുകൂടിയാണ്. അനുദിന ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട മൂല്യങ്ങളും കൈമോശം വന്ന നന്മകളെ തിരിച്ചറിയുന്നതിനും ഉതകുന്ന തരത്തിലുള്ള സാരോപദേശങ്ങൾ അസംബ്ലിയിൽ നൽകി വരുന്നു. പത്രപാരായണം, ജന്മദിനാശംസകൾ എന്നിവ അസംബ്ലിയിൽ ഉൾപ്പെടുന്നു. സ്കൂൾ പാർലമെൻറ്റ്. വിദ്യാർത്ഥികളിൽ പൗരബോധവും ജനാധിപത്യ താൽപ്പര്യങ്ങളും വളർത്തുന്നതിനായി വോട്ടെടുപ്പിലൂടെ സ്കൂൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ എന്നിവരെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ സ്കൂൾ ലീഡറായി ആദിഷ് CS-നെയും അസിസ്റ്റന്റ് സ്കൂൾ ലീഡറായി മിഥാലി OS-നെയും തിരഞ്ഞെടുത്തു.
കൂടാതെ കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം തുടങ്ങിയ വകുപ്പുകളിലേക്കുള്ള ലീഡേഴ്സിനെ തിരഞ്ഞെടുത്തതിലൂടെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനുള്ള വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു. ജൂൺ 30 നമ്മുടെ വിദ്യാലയത്തെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഭാഗമായി തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. കൂടാതെ എല്ലാ മാസത്തിൻ്റെയും ആദ്യ ആഴ്ചയിൽ വിശുദ്ധ കുർബാനയും നടത്തിവരുന്നു. PTA MPTA ഈ അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി മീറ്റിംഗ് 5/7/2025 കൂടുകയുണ്ടായി. ഈ വർഷത്തെ PTA പ്രസിഡന്റായി ശ്രീ റെനിർ റാഫേലിനെയും PTA വൈസ് പ്രസിഡന്റായി ശ്രീ അലക്സ് പ്ലാക്കിനെയും തെരഞ്ഞെടുത്തു. MPTA പ്രസിഡന്റായി ശ്രീമതി പ്രിയ ജോസഫിനെയും തെരഞ്ഞെടുത്തു. PTA MPTA സ്തുത്യർഹമായ സേവനം ഈ വിദ്യാലയത്തിൽ കാഴ്ചവെക്കുന്നു. നഴ്സറി ഈ വിദ്യാലയത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന LKG, UKG, നഴ്സറി, പ്ലേ നഴ്സറിയിൽ 300ഓളം വിദ്യാർത്ഥിനികൾ വിദ്യ അഭ്യസിക്കുന്നതിനായി കടന്നു വരുന്നു. അഭ്യസ്തവിദ്യരായ അധ്യാപികമാർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പാഠ്യേതര വിഷയങ്ങളിലും കലാകായിക മേഖലകളിലും എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുകയും വിജയികൾക്ക് പ്രോത്സാഹനവും നൽകി വരുന്നു. LSS USS 2024-2025 അധ്യയന വർഷത്തിലെ LSS USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ LSS വിഭാഗത്തിൽ 10 വിദ്യാർത്ഥികളിലെ LSS വിജയം കരസ്ഥമാക്കി. അഭിനവ് രാജേഷ്, ഹെവൻലിയ റോസ്, ലിക്സൺ ആദിഷ് കെ, സനീഷ് കാർത്തികേയൻ, ആശ്രിത് വികാസ്, അനുഷിത് ശ്രീലേഷ്, ആത്മിക MA, അഥർവ സുർജിത്ത്, നേഹാക്കി ജെൻഡോ, നവീൻ അന്തോണിസ് എന്നിവരും US വിഭാഗത്തിൽ 15 വിദ്യാർത്ഥികളും USS നേടുകയുണ്ടായി. ദക്ഷദേവ് VS, ഇസാറോസ് ജേക്കബ്, ആകാശ് VL, അനുശങ്കർ NS, അർച്ചന TB, എല്ല KJ, ക്ലീവ് ബ്രൂണോ, ജോഹാൻ ഡേവിഡ്, അയോണ വിൽസൺ, കൃഷ്ണേന്ദു TG, സൗപർണിക, നിരഞ്ജന KG, സെറാമരിയ, അലീന ജോസഫ് എന്നിവർ സ്കോളർഷിപ്പ് നേടി വിദ്യാലയത്തിൻ്റെ യശസ് ഉയർത്തി. LSS USS സ്കോളർഷിപ്പ് നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് വേണ്ടി അവരൊരുക്കിയ എല്ലാ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. SRG കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ ആഴ്ചയിലും SRG കൂടുകയും SRGയിൽ തീരുമാനിച്ച പ്രകാരം എല്ലാ ക്ലാസ്സുകളും മികച്ച രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. പഠനത്തിൽ പിന്നോക്കം പോകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും പരീക്ഷ നടത്തുകയും A ഗ്രേഡുകൾ നൽകി വരികയും ചെയ്യുന്നു. കൂടാതെ അധ്യാപകർ വിദ്യാർത്ഥികളെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്തു വരുന്നു. ഈ വർഷത്തെ SRG കൺവീനർമാരായി ശ്രീമതി ആത്മജ ടീച്ചറെയും ശ്രീമതി രേഷ്മ ടീച്ചറെയും സ്റ്റാഫ് സെക്രട്ടറിമാരായി ശ്രീമതി ഹേലോ ടീച്ചറെയും ശ്രീമതി ബെൻസി ടീച്ചറെയും തിരഞ്ഞെടുത്തു. സ്കൂൾ തല ശാസ്ത്രമേള, കലാമേള ജൂലൈ മാസത്തിൽ സ്കൂൾ തല ശാസ്ത്രമേളയും കലാമേളയും നടത്തുകയുണ്ടായി. ഏറ്റവും മനോഹരമായ രീതിയിൽ കുട്ടികൾ അവരുടെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. മാനേജ്മെൻറ്റ് വിസിറ്റ് സ്കൂളിൻ്റെ വികസനങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിലയിരുത്തുന്നതിന് വേണ്ടി 31/7/2025 അസീസി പ്രോവിൻസ് എഡ്യൂക്കേഷൻ മാനേജർ റവറൻ സിസ്റ്റർ റാണി കുര്യൻ സ്കൂൾ സന്ദർശിച്ചു. കൂടാതെ നവംബർ മാസം 21 കോർപ്പറേറ്റ് മാനേജർ റവറൻ സിസ്റ്റർ റാണി കുര്യൻ, റവറൻ സിസ്റ്റർ ജ്യോതി ഫ്രാൻസിസ്, റവറൻ സിസ്റ്റർ റിൻഡോ എന്നിവർ സ്കൂളിലേക്ക് വരികയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കാണുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. KCSL അൽഫോൺസ ഗാർഡൻ, തിരുബാല സഖ്യം വിശ്വാസം, പഠനം, പ്രവർത്തനം എന്നീ മുദ്രാവാക്യങ്ങളുമായി ക്രിസ്തുവിലേക്ക് വളരുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന കത്തോലിക്ക വിദ്യാർത്ഥികളെ സംഘടനയായ അൽഫോൺസ ഗാർഡൻ, KCSL, തിരുബാല സഖ്യം എന്നീ സംഘടനകളും നമ്മുടെ വിദ്യാലയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവർ പ്രത്യേകം ഒത്തുചേരുകയും പ്രാർത്ഥന നടത്തി വരികയും ചെയ്യുന്നു. വിശുദ്ധ അൽഫോൻസമ്മയുടെയും വിശുദ്ധ ക്ലാര പുണ്യവതിയുടെയും തിരുനാളുകൾ ഭക്തിപൂർവ്വം കൊണ്ടാടുകയും വിശുദ്ധരുടെ ചൈതന്യം വിദ്യാർത്ഥികളെ നിറയുന്നതിന് വേണ്ടി ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിരൂപത സംഘടനയായ KCSL സാഹിത്യോത്സവത്തിൽ സ്റ്റഡി സർക്കിൾ ഫസ്റ്റ്, മാഗസിൻ സെക്കൻഡ്, മലയാളം പ്രസംഗം ഫസ്റ്റ്, ഇംഗ്ലീഷ് സെക്കൻഡ്, ബൈബിൾ ക്വിസ് സെക്കൻഡ്, പരിചമുട്ട് ഫസ്റ്റ് മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സെൻറ്റ് ജമാസ് UPS മനക്കൊടി UP ബോയ്സ് ഓവറോൾ ഫസ്റ്റ് അതിരൂപതയിൽ കരസ്ഥമാക്കി. അതോടൊപ്പം തന്നെ 2025-26 അധ്യയന വർഷത്തിലെ ബെസ്റ്റ് യൂണിറ്റായി സെൻറ്റ് ജമാസ് UPS മനക്കൊടി UP ബോയ്സ് തിരഞ്ഞെടുത്തു എന്നത് എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ്. 2025 അതിരൂപത KCSL ചാരിറ്റി അവാർഡിന് സെക്കൻഡ് പ്രൈസായി സെൻറ്റ് ജമാസ് UPS മനക്കൊടി വിജയം കൈവരിച്ചു. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ.
KCSL സംസ്ഥാന തലത്തിൽ സെക്രട്ടറി ആയത് നമ്മുടെ വിദ്യാർത്ഥിയായ വിൽഫ്രെഡോ ജോഷിയാണ്. ഈ വേളയിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. വിൽഫ്രെഡോ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. അൽഫോൺസ ഗാർഡൻ UP തലത്തിൽ തുടർച്ചയായി 3-ാം വർഷവും ബെസ്റ്റ് യൂണിറ്റായി നമ്മുടെ വിദ്യാലയത്തെ തന്നെ തിരഞ്ഞെടുത്തു എന്നത് അഭിനന്ദനാർഹമാണ്. വേദോപദേശം സന്മാർഗ ക്ലാസുകൾ വിദ്യാർത്ഥികളിൽ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിശ്വാസ സന്മാർഗ ബോധം വളർത്താൻ, മൂല്യബോധം നൽകാൻ, വീടിനും നാടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരമുള്ള മക്കളായി വളരുന്നതിന് വേണ്ടി ആഴ്ചയിൽ 2 ദിവസം പ്രത്യേക സമയം കണ്ടെത്തി കാറ്റിസം മോറൽ സയൻസ് ക്ലാസുകൾ നൽകി വരുന്നു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ആഗസ്റ്റ് മാസത്തിൽ നടത്തിയ കൃഷിഭവൻ, ചിത്രരചനാ പ്രസംഗം എന്നീ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ 1-ാം സമ്മാനത്തിന് അർഹരായി എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ദിനാചരണങ്ങൾ പഠനത്തോടൊപ്പം തന്നെ ഓരോ മാസത്തെയും ദിനാചരണങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ നടത്തി വരുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സിസ്റ്റർ ഷൽമ റോസ് വൃക്ഷത്തൈ നടുകയും വിദ്യാർത്ഥികൾ റാലി നടത്തുകയും ചെയ്തു. വായനാ ദിനത്തോടനുബന്ധിച്ച് ക്ലാസ്സുകളിൽ ക്ലാസ് ലൈബ്രറി രൂപീകരിക്കുകയും പ്രസംഗം, കവിത, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം, അമ്മമാർക്ക് കവിതാ പാരായണം എന്നീ മത്സരങ്ങൾ നടത്തുകയും ഓരോ ദിവസം സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അമ്മമാർക്ക് വേണ്ടി റീൽസ് മത്സരം സംഘടിപ്പിച്ചിരുന്നു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ റോക്കറ്റ് നിർമ്മിച്ചു കൊണ്ടുവരികയും പ്രദർശനം നടത്തുകയും ചെയ്തു. കേരള പിറവിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്വിസ് മത്സരവും പ്രസംഗ മത്സരവും നടത്തി. ശിശുദിനത്തിൽ വിദ്യാർത്ഥികൾ ചാച്ചാജിയുടെ വേഷം ധരിച്ചു വരികയും ഏറ്റവും മനോഹരമായ രീതിയിൽ ശിശുദിനാഘോഷം നടത്തുകയും ചെയ്തു. കൂടാതെ നഴ്സറിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കിഡ്സ് ഫെസ്റ്റ് നടത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി ആഗസ്റ്റ് 15 രാവിലെ 9 മണിക്ക് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജിൻസി തെരേസ് പതാക ഉയർത്തി. കുട്ടികൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ വേഷം ധരിച്ചു വന്ന ഘോഷയാത്ര നടത്തുകയുണ്ടായി. കൂടാതെ ദേശഭക്തിഗാനം, പ്രസംഗം എന്നിവ നടത്തി സ്വാതന്ത്ര്യദിനാഘോഷം മനോഹരമാക്കി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. ഓണാഘോഷം ഈ വർഷത്തെ ഓണാഘോഷം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓണസദ്യ നൽകുകയും ചെയ്തു. കുട്ടികളുടെ മെഗാ തിരുവാതിരക്കളിയും പുലിക്കളിയും നാനോ പൂക്കള മത്സരവും അമ്മമാരുടെ തിരുവാതിരക്കളിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, ഹിന്ദി ക്ലാസുകൾ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് LKG മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠനവും നൽകി വരുന്നു. 5-ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് ഹിന്ദി പഠിക്കാൻ പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കി 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ ഹിന്ദിയും അഭ്യസിപ്പിച്ചു പോരുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ കുതിപ്പിനൊപ്പം കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനായി ഫലപ്രദമായ കമ്പ്യൂട്ടർ പഠന സൗകര്യവും നമ്മുടെ വിദ്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ കലാകായിക മേഖലകളിലും ക്ലാസുകൾ നടത്തിവരുന്നു. പാട്ട്, നൃത്തം, കരാട്ടെ എന്നിവ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നമ്മുടെ വിദ്യാലയത്തിൽ തുടർന്നു പോരുന്നു. സ്റ്റേറ്റ് ലെവൽ യോഗ ചാമ്പ്യൻഷിപ്പ് മലപ്പുറം ജില്ലയിൽ നടന്ന മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ അനുപ്രിയ ഫസ്റ്റ് നേടി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. വിദ്യാലയത്തിൻ്റെ യശസ് വാനോളം ഉയർത്തി. കബ്ബ്, ബുൾബുൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനകൾ വിദ്യാർത്ഥികളിൽ പൗരബോധവും ദേശഭക്തിയും ഐക്യബോധവും സേവന സന്നദ്ധതയും വളർത്താൻ സഹായിക്കുന്ന സംഘടനകൾ വളരെ സജീവമായി നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ CMS സ്കൂളിൽ വെച്ച് നടന്ന കബ്ബ്, ബുൾബുൾ മത്സരങ്ങളിൽ കബ്ബ് ഓവറോൾ ഫസ്റ്റും ബുൾബുൾ സംഘടനയ്ക്ക് പെൻസിൽ ഡ്രോയിങ്ങിൽ ഫസ്റ്റും നേടാൻ സാധിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനയിൽ ഒക്ടോബർ 2 നടന്ന ജില്ലാതല മത്സരത്തിൽ സ്കൗട്ടിനും ഗൈഡ്സിനും ഓവറോൾ ഫസ്റ്റ് നേടി 2 സംഘടനകളും വിദ്യാലയത്തിൻ്റെ കീർത്തി ഉയർത്തിക്കാട്ടി. LP വിഭാഗത്തിൽ കബ്ബ്, ബുൾബുൾ സംഘടനകളും UP വിഭാഗത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് സംഘടനകളും മികച്ച രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി സ്നേഹം വളർത്തുന്നതിൻ്റെ ഭാഗമായി വിദ്യാലയത്തിൽ എക്കോ ക്ലബ്ബ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. മാർച്ച് പാസ്റ്റുകളും സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനയ്ക്ക് ഫസ്റ്റ് ലഭിച്ചുവെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. സംഘടനകളുടെ പ്രവർത്തനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. KPSTA നടത്തിയ സ്വദേശ് ക്വിസ് മത്സരത്തിൽ സ്കൂൾ തലത്തെ UP വിഭാഗത്തിലെ ഏബൽ ആൻ്റണി ദീപക്കും LP വിഭാഗത്തിലെ ഏഞ്ചൽ റോസ് ദീപക്കും സമ്മാനത്തിന് അർഹരായി. ഉപജില്ലാതലം സ്വദേശ് ക്വിസ് മത്സരത്തിൽ ആദിഷ് CS 3-ാം സ്ഥാനം കരസ്ഥമാക്കി വിദ്യാലയത്തിൻ്റെ യശസ് ഉയർത്തി.
ഉപജില്ലാ ശാസ്ത്രമേള. തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ല 2025 ഒക്ടോബർ 9-10 തീയതികളിൽ കുറുക്കഞ്ചേരി JPU സ്കൂളിൽ വെച്ച് നടന്ന സാമൂഹ്യശാസ്ത്ര, ഗണിത, IT പ്രവൃത്തി പരിചയ മേളകളിൽ സെൻറ് ജമ്മാസിൻ്റെ ചുണക്കുട്ടികൾ അഭിമാന താരങ്ങളായി. LP വിഭാഗം സയൻസ് മേള ഓവറോൾ ഫസ്റ്റ്, LP വിഭാഗം മാത്സ് മേള സോഷ്യൽ സയൻസ് ഓവറോൾ ഫസ്റ്റ്, LP വിഭാഗം വർക്ക് എക്സ്പീരിയൻസ് ഓവറോൾ സെക്കൻഡ് എന്നിവ നേടിക്കൊണ്ട് LP വിഭാഗം ചാമ്പ്യന്മാരായി. UP വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ ഓവറോൾ ഫസ്റ്റ്, സാമൂഹ്യ ഗണിതശാസ്ത്ര മേളയിൽ ഓവറോൾ ഫസ്റ്റ്, IT മേളയിൽ ഓവറോൾ സെക്കൻഡ്, സയൻസ് മേളയിൽ ഓവറോൾ തേർഡ് നേടിക്കൊണ്ട് ഓവറോൾ ചാമ്പ്യന്മാരായി UP വിഭാഗം. വിദ്യാലയത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അവരെ ഒരുക്കിയ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അഭിനന്ദനങ്ങൾ. വിജ്ഞാനോത്സവം. GUPS സെൻറ് സ്കൂൾ വെച്ച് നടത്തിയ വിജ്ഞാനോത്സവ മത്സരത്തിൽ LP UP വിഭാഗത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ അവതരണം നടത്തുകയുണ്ടായി. ദീപിക കളറിംഗ് കോമ്പറ്റീഷൻ്റെ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. കലോത്സവം. തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയുടെ നവംബർ 3, 4, 5, 6 തീയതികളിൽ പറപ്പൂർ സെൻറ് ജോൺസ് സ്കൂൾ വെച്ച് നടന്ന ഉപജില്ലാ കലോത്സവത്തിൽ സെൻറ് ജമ്മാസിലെ വിദ്യാർത്ഥികൾ ചാമ്പ്യന്മാരായി. LP വിഭാഗത്തിൽ 10 ഗ്രേഡും 1 B ഗ്രേഡും നേടിക്കൊണ്ട് ഓവറോൾ സെക്കൻഡും, UP വിഭാഗത്തിൽ 16 ഐറ്റത്തിലും A ഗ്രേഡ് നേടിക്കൊണ്ട് ഓവറോൾ ഫസ്റ്റും നേടി. സംസ്കൃതോത്സവത്തിൽ 16 A ഗ്രേഡ് നേടിക്കൊണ്ട് ഓവറോൾ സെക്കൻഡ് നേടി. സംസ്കൃത നാടകത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ നിഹാരിക പ്രദീപ് ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉപജില്ലാ കലോത്സവത്തിൽ വിദ്യാലയത്തിൻ്റെ കീർത്തി വാനോളം ഉയർത്തിയ ചുണക്കുട്ടികൾക്കും അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ഉപജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ കഥാപ്രസംഗം, ലളിതഗാനം, ഉറുദു കവിത രചന, ഉറുദു ക്വിസ്, കന്നഡ പദ്യം എന്നിവ റവന്യൂ ജില്ലാ കലോത്സവത്തിലേക്ക് അർഹത നേടിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന് ഒരു പൺതുവൽ കൂടി സമ്മാനിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യത്തോടെ എടുത്തു പറയട്ടെ. ഫുഡ് ഫെസ്റ്റ്. വിദ്യാലയത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കും പഠനത്തിനും ചികിത്സയ്ക്കും വേണ്ടി വിദ്യാലയത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയും അതിലൂടെ ലഭിക്കുന്ന തുക കാരുണ്യ പ്രവൃത്തികൾക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നു. തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലാ തലത്തിൽ നടത്തിയ സ്പോർട്സ് മത്സരത്തിൽ LP വിഭാഗം മിനി ബോയ്സും LP വിഭാഗം മിനി ഗേൾസും ഓവറോൾ ഫസ്റ്റ് നേടി ചാമ്പ്യന്മാരായി. UP വിഭാഗം സ്പോർട്സ് മത്സരത്തിൽ കിഡീസ് ബോയ്സും കിഡീസ് ഗേൾസും ഓവറോൾ ചാമ്പ്യന്മാരായി. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പേര് പ്രശംസയുടെ കൊടുമുടിയിലെത്തിക്കുകയും ചെയ്തു. ദേവസിക്കുട്ടി മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ മേളയിൽ നമ്മുടെ വിദ്യാലയത്തിലെ UP ബോയ്സ് തേർഡ് കരസ്ഥമാക്കി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ച് നടന്ന വർക്ക് നാഷണൽ കിക്കോ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിന് വേണ്ടി മത്സരിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ ആത്മിക KR ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. ആത്മീയയ്ക്ക് അഭിനന്ദനങ്ങൾ. ഭിന്നശേഷി ദിനാചരണത്തോട് അനുബന്ധിച്ച് പുഴയ്ക്കൽ BRC തലത്തിൽ നടന്ന ചിത്രരചന മത്സരത്തിൽ LP വിഭാഗത്തിൽ ആരവ് 2ാം സ്ഥാനം ലഭിച്ചു എന്നത് വളരെയധികം സന്തോഷത്തോടെ എടുത്തു പറയട്ടെ. DCL. LP UP നഴ്സറി വിഭാഗങ്ങളിലായി നടത്തിയ DCL മത്സരങ്ങളിൽ UP വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് നേടുകയും KG വിഭാഗം ഓവറോൾ സെക്കൻഡ് നേടുകയും ചെയ്തു. DCL ജില്ലാ തലത്തിൽ നടത്തിയ മത്സരത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. പഠനയാത്ര. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി വാഗമണിലേക്ക് പഠനയാത്ര നടത്തുകയുണ്ടായി. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ എറണാകുളത്തേക്ക് വിനോദയാത്ര നടത്തുകയും ചെയ്തു. വിനോദയാത്രയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും യാത്ര വളരെയധികം ആസ്വദിക്കാനും സാധിച്ചു. ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് ദിനത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്രിസ്മസ് കാർഡ് മേക്കിംഗ്, സ്റ്റാർ മേക്കിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ കുട്ടികളും ഒത്തൊരുമയോടെ മത്സരങ്ങളിൽ പങ്കെടുത്തു. ക്രിസ്മസ് പപ്പയുടെ വേഷം ധരിച്ച് വന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ക്രിസ്മസ് കേക്ക് മുറിക്കുകയും വിവിധ കലാപരിപാടികളോടെ ആഘോഷം നടത്തുകയും എല്ലാ കുട്ടികൾക്കും കേക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. DCL സ്കോളർഷിപ്പ് എക്സാം. ദീപിക ചിൽഡ്രൻസ് ലീഗ് പരീക്ഷയിൽ 332 കുട്ടികൾ പങ്കെടുത്തു. LKGയിൽ ആരവ് KS, UKGയിൽ ആദ്യ അനീഷ്, 1ാം ക്ലാസ്സിൽ ആദിദേവ് CA, 2ാം ക്ലാസ്സിൽ ഋഗ്ദേവ് PS, 3ാം ക്ലാസ്സിലെ ഗൗതം കൃഷ്ണ, 4ാം ക്ലാസ്സിൽ ആരവ് CM, 5ാം ക്ലാസ്സിൽ അഥർവ സുർജിത്ത്, 6ാം ക്ലാസ്സിൽ ഇവാനിയ ബിജു, 7ാം ക്ലാസ്സിൽ അബിയൽ വിജി എന്നിവർ ക്യാഷ് അവാർഡിന് അർഹമായി. എൻഡോമെൻ്റ്. ഓരോ ക്ലാസ്സിലും പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടി പ്രൊഫിഷ്യൻസി പ്രൈസ് നൽകി വരുന്നു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച അധ്യാപകർ, അനധ്യാപകർ, സ്കൂൾ ഉപകാരികൾ എന്നിവരുടെ പേരുകൾ നൽകപ്പെടുന്ന എൻഡോമെൻ്റ് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകി വരുന്നു. ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും സിസ്റ്റർ ഷെൽമ റോസ് വിട പറയുകയാണെന്ന യാഥാർത്ഥ്യം ഈ വേളയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. യാത്ര ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണെന്ന് നമുക്കറിയാം. പക്ഷേ കാലം വെച്ച് നീട്ടുന്ന മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ.
നീണ്ട 30 വർഷക്കാലം സേവനം ചെയ്ത് ഇവിടെ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഷൽമ സിസ്റ്ററെ സ്നേഹത്തോടെ ഓർക്കാം. പ്രവൃത്തി പരിചയമേളയിലും കലോത്സവങ്ങളിലും തിരുബാല സഖ്യത്തിലും സിസ്റ്റർ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികളെയും ഒരു അമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ പരിപാലിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. 30 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം ഈ വിദ്യാലയത്തിൽ നിന്ന് വേർപിരിയുന്ന ഷൽമ സിസ്റ്ററിനെ ഹൃദയംഗമമായ നന്ദി. 86ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനവും സമുചിതമായി കൊണ്ടാടുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CL ജോൺസൺ സാറിനെ അവർകളാണ്. അരിമ്പൂർ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഊർജ്ജസ്വലതയോടെ പ്രസരിപ്പോടെ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യവേളയിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ. മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അരിമ്പൂർ സെൻറ്റ് ആൻ്റണീസ് പള്ളി വികാരി വെരി റവറൻ ഫാദർ സോളി തട്ടിനെ സാധനം നന്ദിയേകുന്നു. അർപ്പണബോധത്തോടെ ഇടയധർമ്മത്തിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്നേഹവും ആത്മീയ പരിപോഷണവും നൽകിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് നല്ലവനായ ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ കാൽവെപ്പിലും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തരികയും ചെയ്യുന്ന ഞങ്ങളുടെ മാനേജ്മെൻറ്റിനോടും പ്രത്യേകമായി ഇന്നിവിടെ അധ്യക്ഷ പദവും അലങ്കരിക്കുന്നതിനും ഫോട്ടോ അനാച്ഛാദനത്തിനുമായി സന്നിഹിതയായിരിക്കുന്ന തൃശ്ശൂർ അസീസി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ഫോൺസി മരിയ, വിദ്യാലയത്തിൻ്റെ ഏത് ആവശ്യങ്ങളിലും സഹായിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ അമ്മയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഈ അവസരത്തിൽ സെൻറ്റ് ജമ്മാസ് വിമലമാത കോൺവെൻറ്റുകളിലെ സുപ്പീരിയേഴ്സിനും സിസ്റ്റേഴ്സിനും നന്ദിയുടെ വാടാമലരുകൾ. എൻഡോമെൻ്റ് വിതരണത്തിനായി ഇവിടെ എത്തിച്ചേരാമെന്ന് ഏറ്റിരിക്കുന്ന തൃശ്ശൂർ വെസ്റ്റ് AO ശ്രീ ബിജു സാർ തൻ്റെ സാന്നിധ്യം കൊണ്ട് സേവനം കൊണ്ട് സമീപസ്ഥനാണ്. ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന AO സാറിനും ഈ ധന്യ നിമിഷത്തിൽ നന്ദിയുടെ വാടാമലരുകൾ. ഈ വാർഷികാഘോഷ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച PTA പ്രസിഡന്റ് ശ്രീ റെനിർ റാഫേലിനും ഹൃദയംഗമമായി നന്ദി. മെമൻറ്റോ വിതരണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് ശ്രീ അലക്സ് പ്ലാക്കനും നന്ദിയുടെ നർമ്മലരുകൾ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ഇവിടെ സന്നിഹിതയായിരിക്കുന്ന പുഴയ്ക്കൽ BRCയിലെ BPC ശ്രീമതി ഗീത TR, വാർഡ് മെമ്പർ ശ്രീമതി ഡോളി മാർട്ടിൻ, വിദ്യാലയത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അരിമ്പൂർ സെൻറ്റ് ജമ്മാസ് FC കോൺവെൻറ്റ് സിസ്റ്റർ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ടീന മരിയ, വെളുത്തൂർ സെൻറ്റ് ജോർജ് പള്ളി വികാരി റവറൻ സിസ്റ്റർ ജസ്റ്റിൻ കൈതാരത്ത്, MPTA പ്രസിഡന്റ് പ്രിയ ജോസഫ്, സ്റ്റാഫ് പ്രതിനിധി ബെൻസി സെബാസ്റ്റ്യൻ, സ്കൂൾ ലീഡർ മാസ്റ്റർ അദീഷ്, KG സെക്ഷൻ ലീഡർ എവിലിൻ റോസ് എന്നിവർക്കും നന്ദി. ഈ വാർഷികാഘോഷ പരിപാടിക്ക് നന്ദി പറയുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന സ്റ്റാഫ് പ്രതിനിധികൾക്കും പ്രിയ ടീച്ചർക്കും പ്രത്യേകം നന്ദി. മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സാവി ഹോം ഡയറക്ടർ റവറൻ ഫാദർ സിജോ മുരിങ്ങാത്തേരിക്കും നന്ദി. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവേശ്വരൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിദ്യാലയത്തിൻ്റെ ഉയർച്ചയ്ക്കായി പരിശ്രമിച്ച എല്ലാ പ്രതിഭകൾക്കും അഭിനന്ദനങ്ങൾ. വിദ്യാർത്ഥികൾക്ക് പരിശീലനവും മാർഗനിർദ്ദേശവും നൽകി അവരെ ഒരുക്കിയ എല്ലാ അധ്യാപകർക്കും നന്ദി. വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൻ്റെ സർവസ്വവും. നന്മയുടെ പ്രകാശം അവരിൽ പൂരിതമാകട്ടെ. അർപ്പണ മനോഭാവത്തോടെ സഹകരിക്കുന്ന അധ്യാപകന്മാരുടെ ജീവിത വഴികളിൽ അവിടുന്ന് വെളിച്ചമേകട്ടെ. സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഈ വേള മഹനീയമാക്കാൻ പരിശ്രമിച്ച പ്രിയ മാതാപിതാക്കളെ, ഉപകാരികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ നന്ദി. 86 വർഷകാലം ഈ വിദ്യാലയത്തെ കാത്തു പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ കൃപാ കടാക്ഷത്തിന് മുൻപിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ഇനിയും ധാരാളം കുഞ്ഞുങ്ങൾക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വിജ്ഞാന കേന്ദ്രത്തിൽ ഇനിയും അനുഗ്രഹത്തിൻ്റെ പൂമഴ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും വിശുദ്ധ ജമ്മ പുണ്യവതിയുടെ മാധ്യസ്ഥത്താൽ ഈ വിദ്യാലയം ഉണർന്ന് പ്രശോഭിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഈ അധ്യയന വർഷത്തിൽ നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇനിയും ധാരാളം മക്കൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു.
വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ പ്രധാന താരമായ സിസ്റ്റർ ഷെൽമ റോസ്, സിസ്റ്റർ ഷെൽമയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, പ്രിയമുള്ളവരെ, വളരെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. 1940 അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ ഈ അരിമ്പൂര് ദേശത്ത് പ്രവർത്തനം തുടങ്ങിയ സെൻറ്റ് ജെമാസ് UP സ്കൂൾ 85 വർഷങ്ങൾ പിന്നിട്ട് 86ാം വാർഷിക ആഘോഷത്തിലേക്ക് വളരെ ഉത്സവ പ്രതീതിയോടെ കടന്നു വന്നിരിക്കുകയാണ്. നമ്മളെ പ്രിയമുള്ള ഹെഡ് മിസ്ട്രസ് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സെൻറ്റ് ജെമ്മാസ് സ്കൂളിലെ ചുണക്കുട്ടികൾ എല്ലാ മേഖലകളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് കലാ മേഖലയിലാവട്ടെ, സ്പോർട്സ് രംഗത്താകട്ടെ, മറ്റ് ആത്മീയ രംഗങ്ങളിലാകട്ടെ, പഠന രംഗങ്ങളിലാകട്ടെ, എല്ലാ മേഖലകളിലും ഉദിച്ചുയർന്ന സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ട്രോഫികളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര പ്രഗത്ഭമായിട്ടുള്ള, എത്രയും ചിട്ടയോടെയുള്ള ഒരു അധ്യാപനമാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ആണ് ഇവിടെയുള്ള പ്രധാന അധ്യാപികയും അധ്യാപകരുടെ ഒരു കൂട്ടവും ഇവിടെ നമ്മുടെ കൊച്ചുമക്കൾക്കായി കാഴ്ചവെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക സ്കൂളുകളിലും സ്കൂൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ ഒരു UP സ്കൂളിൽ 1000-ലധികം വിദ്യാർത്ഥികളുള്ള ഒരു UP സ്കൂൾ നമ്മുടെ ജില്ലയിൽ ഇങ്ങനെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു സ്കൂളായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അക്ഷീണം പ്രയത്നിക്കുന്ന, അഹോരാത്രം അധ്വാനിക്കുന്ന നമ്മുടെ പ്രിയമുള്ള ഹെഡ് മിസ്ട്രസിനെയും അനധ്യാപകരെയും മുക്തകണ്ഠം പ്രശംസിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് കൈയടിച്ച് അവരെ അഭിനന്ദിക്കാവോ? ഇപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ വായിച്ച ഒരു കഥ, ഒരു കൊച്ചു സംഭവം ഓർക്കുകയാണ്. അതിങ്ങനെയാണ്, ഒരു സൂഫി ഗുരുവിന് ഒരു ശിഷ്യൻ വളരെ സന്തോഷത്തോടെ ഒരു സമ്മാനം കൊണ്ടു കൊടുക്കുകയാണ്. ഈ സമ്മാനം ഇതാണ്: മുത്തുകൾ പതിപ്പിച്ചിട്ടുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒരു കത്രിക. അപ്പോൾ ഈ സമ്മാനപ്പൊതി സ്വീകരിച്ച് ശിഷ്യൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഇത് തുറന്നു നോക്കിയപ്പോൾ വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ നിറത്തിലുള്ള മുത്തുകൾ പതിപ്പിച്ച ഒരു കത്രികയാണ് ഈ ഗുരുവിന് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗുരു ശിഷ്യനോട് സ്നേഹപൂർവ്വം പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ ജീവിത നിയോഗം വെച്ച് നോക്കുമ്പോൾ ഈ സമ്മാനം എനിക്ക് യോജിക്കുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സമ്മാനം ഒരു സൂചിയും നൂലും എനിക്ക് തന്നാൽ മതിയെന്ന്. എന്നിട്ട് അതെന്തുകൊണ്ടാണെന്ന് ശിഷ്യൻ ചോദിച്ചപ്പോൾ ഈ ഗുരു വീണ്ടും പറഞ്ഞു, വെട്ടിമുറിക്കാനും വെട്ടി നീക്കാനും ഒന്നും എനിക്ക് ഇഷ്ടമില്ല. ഒരു സൂചിയും നൂലുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കും. ഞാൻ ഈ സംഭവം പറഞ്ഞത് മറ്റൊന്നിനുമല്ല. ഈ സെൻറ്റ് ജെമ്മാസിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ പ്രിയമുള്ള ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജിൻസി തെരേസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ അധ്യാപകരും അനധ്യാപകരും സിസ്റ്റർ ജിൻസിയുമൊക്കെ ഒറ്റക്കെട്ടായിട്ട് ആർക്കും കണ്ണി പൊട്ടിക്കാൻ പറ്റാത്ത ശക്തമായിട്ടൊരു ചങ്ങലയായി ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ, അധ്യാപന അനധ്യാപന പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ശ്രീമാൻ PTA പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടായി, നമ്മുടെ ഹെഡ് മിസ്ട്രസ് ഒരു പച്ചപ്പാവമാണെന്ന്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇത്രയധികം കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ
വിദ്യാലയത്തിലെ മക്കളെ വഴക്ക് പറയാതെ ആരോടും ദേഷ്യപ്പെടാതെ ഇത്രയധികം വിജയങ്ങൾ ഈ സ്ഥാപനത്തിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ HM ഹെഡ്മിസ്ട്രസ് എന്നുള്ള നിലയിൽ സിസ്റ്റർ ജെൻസിക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കുണ്ട്. പങ്കില്ല എന്നൊന്നും റനീൽ സാറ് പറഞ്ഞില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുന്നത് പച്ചപ്പാവമായി പ്രത്യക്ഷപ്പെട്ടിട്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാനും ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനുമുള്ള ഒരു ഉൾക്കരുത്ത്, അത് ഇവിടെയുള്ള സിസ്റ്റേഴ്സ് ഇടയ്ക്കിട്ട് പ്രൊവിൻഷ്യൽ ഹൗസിൽ വരുമ്പോൾ വാത്തോരാതെ പറയും ജിൻസി സിസ്റ്റിൻ്റെ മഹത്വം. അത് കേട്ട് കേട്ട് നല്ല പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ജിൻസിയുടെ കരുത്തുറ്റ നേതൃത്വത്തെക്കുറിച്ച് ഒന്ന് പറയാനായിട്ട്. പാവമായിട്ട് പ്രത്യക്ഷപ്പെടുകയും അതേസമയം വളരെ വിദഗ്ധമായിട്ട് സ്കൂളിനെ കൊണ്ടുപോവുകയും ചെയ്യുന്ന സിസ്റ്റർ ജിൻസി തെരേസും അതിനോട് ചേർന്ന് കൈകോർത്ത് പ്രവർത്തിക്കുന്ന അധ്യാപക അനധ്യാപകരും, ചക്രം വെച്ച് ഓടുന്ന അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു സംഘം അധ്യാപകർ UP വിഭാഗത്തിലും LP വിഭാഗത്തിലും KG സെക്ഷനിലും ഉണ്ട് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഉറക്കെ പറയുകയാണ്. അപ്പോൾ ഈ വാർഷികാഘോഷവേളയിൽ സെൻറ്റ് ജെമ്മാസ് UP സ്കൂളിന് ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരാൻ ഒത്തിരിയേറെ മക്കൾക്ക് അക്ഷരവെളിച്ചം നൽകാൻ, ഒപ്പം അക്ഷരവെളിച്ചം മാത്രം കിട്ടിയതുകൊണ്ട് നമ്മളുടെ മക്കളുടെ ഭാവി ശോഭനമാകില്ല എന്ന് മാതാപിതാക്കൾക്കും എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട മുൻ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടുള്ള APJ അബ്ദുൽ കലാം വിദ്യാർത്ഥികൾക്ക് വലിയൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്, വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ട്, അതായത് അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന ഒരു ആത്മകഥയിൽ അദ്ദേഹം ആമുഖത്തിൻ്റെ ഭാഗത്ത് അവസാന ഭാഗത്തായിട്ട് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: വി ആർ ഓൾ ബോൺ വിത്ത് എ ഡിവൈൻ ഫയർ ഇൻ us. Our efforts should be to give wings to this fire and fill the world with the glow of its goodness. ഇത്രയ്ക്കുള്ള അത് കലാം പറയുകയാണ്, നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഫയറുണ്ട്, ഒരു അഗ്നിയുണ്ട്. അത് ദൈവത്തിൻ്റെ അഗ്നിയാണ്, നന്മയുടെ അഗ്നിയാണ്. ഈ അഗ്നിയെ ജ്വലിപ്പിച്ച് ലോകത്തെ മുഴുവൻ പ്രകാശമാനമാക്കാനായിരിക്കണം നമ്മുടെ എല്ലാ അധ്വാനങ്ങളും പരിശ്രമങ്ങളും എന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഈ വിദ്യാലയത്തിൽ വിദ്യ അഭ്യസിക്കുന്ന കുഞ്ഞു മക്കൾക്ക് ദൈവവിശ്വാസവും സന്മാർഗബോധവും സമൃദ്ധിയായിട്ട് നൽകാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ഹെഡ്മിസ്ട്രസ്സും അധ്യാപക അനധ്യാപകരുമാണ് നമുക്ക് ഈ സ്ഥാപനത്തിലുള്ളത്. ഈ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും സന്മാർഗബോധവുമുള്ള മക്കളെ വളർത്തിയെടുക്കാൻ, ഭാവി തലമുറയ്ക്ക് സംഭാവന ചെയ്യാനുള്ള ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ എഫേർട്സിനെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇനി നമുക്കറിയാം, ഈ ഒരു വാർഷിക ആഘോഷത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മുൻപ് ഇവർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏറ്റവും സീനിയറായിട്ടുള്ള, എന്നാൽ എല്ലാവരും കുഞ്ഞു സിസ്റ്റർ, കൊച്ചു സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ സിസ്റ്റർ ഷെൽമ റോസ് പ്രത്യക്ഷത്തിൽ കൊച്ചാണെങ്കിലും വളരെ മഹത്തരമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, ഒരമ്മ മനസ്സിൻ്റെ ഉടമയാണ്, വലിയ ശിഷ്യസമ്പത്തിൻ്റെ ഉടമയാണ്. എല്ലായ്പ്പോഴും കാലിൽ ചക്രം വെച്ചോടുക എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓടി നടന്ന് എല്ലാ കുറവുകളും നികത്താൻ, എല്ലാ വിടവുകളും നടത്താൻ ഓടി നടന്ന് അധ്വാനിക്കാൻ കഴിവുള്ള മിടുക്കിയായിട്ടുള്ള ഒരു ടീച്ചറാണ്, ഒരു സിസ്റ്ററാണ് സിസ്റ്റർ ഷെൽമ റോസ്. അപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ എപ്പോഴും പറയും വിശ്രമ ജീവിതം ആശംസിക്കുന്നു എന്ന്, വിശ്രമ ജീവിതം ആശംസിക്കുന്നു എന്ന്.
അപ്പോൾ ഒരിക്കലും സന്യാസത്തിൽ വിശ്രമമില്ല, സന്യാസ ജീവിതത്തിൽ നമുക്ക് വിശ്രമമില്ല. പ്രത്യേകിച്ച് നല്ല ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുന്ന സിസ്റ്റർ ഷൽമയ്ക്ക് ഒരു സുപ്പീരിയറാണ്, ഒരു കോൺവെൻറ്റിൻ്റെ സുപ്പീരിയറാണ്. പിന്നെ സ്കൂളിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് പ്രോവിൻസിൻ്റെ ഏത് കാര്യങ്ങളിലും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സിസ്റ്ററിനെ നമുക്ക് വിട്ടുകിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ വിശ്രമമില്ലാത്തൊരു വിശ്രമ ജീവിതം, ആരോഗ്യപൂർണമായിട്ടുള്ളൊരു വിശ്രമ ജീവിതം സിസ്റ്റർ ഷൽമയ്ക്ക് ആശംസിച്ചുകൊണ്ട് റിട്ടയർമെൻറ്റിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെയുള്ള എല്ലാ കൊച്ചുമക്കൾക്കും ഒപ്പം മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും സിസ്റ്റർ ഷൽമയുടെ വീട്ടുകാർക്കും സിസ്റ്റർ ഷൽമയുടെ അമ്മച്ചിയൊക്കെ പ്രായമായിട്ടുള്ള അമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ഷൽമയെക്കുറിച്ച് ഇത്ര മനോഹരമായിട്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് അവിടെ ഇരുന്ന് അഭിമാനിക്കാം. അമ്മച്ചി കേൾക്കേണ്ടത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ അധ്യാപകർക്കും പ്രത്യേകിച്ച് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന സിസ്റ്റർ ജിൻസി തെരേസിനും ഈ സ്ഥാപനത്തോട് വളരെയധികം കൂറ് പുലർത്തുകയും എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും ചെയ്യുന്ന PTA ഭാരവാഹികളോട്, പ്രത്യേകമായി PTA പ്രസിഡന്റ് ശ്രീ റെനിൽ ജോസഫിനോടും ശ്രീ അലക്സിനോടും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളോടും എല്ലാം ഞങ്ങളുടെ പ്രോവിൻസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. आजा